തിരുവചന സന്ദേശങ്ങൾ ശ്രവിക്കുന്നതിനായി ഭാഗ്യവചനധാര ഇന്ന് തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഭാഗ്യവചനധാര ശുശ്രൂഷയിലേക്ക് ഏവർക്കും സ്വാഗതം. വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 19-20 വചനങ്ങൾ. ഭൂമിയിൽ നിക്ഷേപം കരുതി വെക്കരുത്, തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കും, കള്ളന്മാർ തുരന്നു മോഷ്ടിക്കും. എന്നാൽ സ്വർഗത്തിൽ നിങ്ങൾക്കായി നിക്ഷേപങ്ങൾ കരുതി വയ്ക്കുക. അവിടെ തുരുമ്പും കീടങ്ങളും അവ നശിപ്പിക്കുകയില്ല, കള്ളന്മാർ മോഷ്ടിക്കുകയുമില്ല. ഓരോ തവണ ഈ വരികൾ വായിക്കുമ്പോൾ ചെറിയൊരു വിറയൽ ഉള്ളിലൂടെ കടന്നു പോകും. ദൈവമേ, ഈ ജീവിതം കൊണ്ട് ഞാൻ എന്ത് നേടി? പുസ്തകമടച്ച് തിരികെ വെക്കുന്നതോടെ നിമിഷങ്ങൾക്കുള്ളിൽ മനസ്സ് സ്വസ്ഥമാകുന്നു. ഈ യാക്കോബ് ഓർമ്മിപ്പിക്കുന്നത് പോലെ കണ്ണാടി നോക്കുന്ന മനുഷ്യന് തുല്യമാകുന്നു പലപ്പോഴും ജീവിതം. അവൻ തന്നെ നോക്കിയിട്ട് കടന്നു പോകുന്നു. താൻ എങ്ങനെ ഇരിക്കുന്നുവെന്ന് ഉടൻ തന്നെ വിസ്മരിക്കുകയും ചെയ്യുന്നു. യാക്കോബ് ശ്ലീഹായുടെ ലേഖനം 1-ാം അധ്യായം 23-24. എന്നാലും ഇങ്ങനെയൊക്കെ പോയാൽ മതിയോ? ജീവിതത്തിൽ ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ സ്വന്തം ജീവിതത്തെ ഈ വരികളുമായി ഒന്ന് ഒത്തുനോക്കിയില്ലെങ്കിൽ എന്തു ചെയ്യും? വിശേഷിച്ച് മനുഷ്യൻ്റെ ആയുസ്സിൽ കടന്നു പോകുന്ന നിമിഷങ്ങളിൽ ജീവിതത്തെ കുറച്ചുകൂടി ഗൗരവമേറിയ അനുഭവത്തിലൂടെ നയിക്കുവാൻ ഈ വചനങ്ങൾ നമ്മെ സഹായിക്കും. പ്രിയമുള്ളവരെ, പ്രത്യേകിച്ച് ഈ നോമ്പുകാലം കുറെ കൂടി ശ്രേഷ്ഠതയോടെ ജീവിക്കുവാൻ ഒരാളെ ഏറ്റവും സഹായിക്കുന്നത് ഈ ജീവിതത്തിനപ്പുറം മറ്റൊരു ജീവിതമുണ്ടെന്ന വിശ്വാസമാണ്. അതിനെക്കുറിച്ച് തന്നെയാണ് ക്രിസ്തു നിരന്തരം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ദൈവരാജ്യത്തെക്കുറിച്ച് പറഞ്ഞുകൊണ്ടാണ് സുവിശേഷത്തിൻ്റെ താളുകൾ ആരംഭിക്കുന്നത് പോലും. ആ രാജ്യത്തെക്കുറിച്ച് ഓർമ്മിപ്പിക്കാതെ തമ്പുരാൻ ഒരിക്കലും മറ്റൊന്നും പറഞ്ഞിട്ടില്ല. കടന്നു പോകുന്നവയിലല്ല, നിലനിൽക്കുന്ന കാര്യങ്ങളിൽ ശ്രദ്ധിക്കാൻ അവിടുന്ന് തൻ്റെ കേൾവിക്കാരെ നിരന്തരം പ്രേരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ ഭൂതലത്തിന് മീതെ കടന്നു പോകാതെയുള്ളത്? എന്നാൽ എന്തിനേയും ധ്യാനപൂർവ്വം കാണുന്ന ഒരാൾക്ക് അതേ കാര്യങ്ങളിൽ തന്നെ നിലനിൽക്കുന്ന ചില ഘടകങ്ങൾ കണ്ടെത്താമെന്ന് യേശു തമ്പുരാൻ നമ്മളെ പഠിപ്പിച്ചു. ഏത് കാര്യവും നമുക്ക് 2 തരത്തിൽ ചെയ്യാം. ഒന്നുകിൽ ഈ ജീവിതത്തിന് അപ്പുറത്തേക്ക് കണ്ണുവെച്ച്, അല്ലെങ്കിൽ ഈ ഭൂമിയിലെ പ്രതിഫലത്തിൽ കണ്ണുവെച്ച്. എന്നാൽ ഈ ചെറിയ ജീവിതത്തോടൊപ്പം അത് അവസാനിക്കുന്നു എന്നൊരു ദുരന്തമുണ്ട് അതിന് പിന്നിൽ. എന്നോടൊപ്പം ശേഖരിക്കാത്തവൻ ചിതറിച്ച് കളയുന്നുവെന്ന് ക്രിസ്തുമൊഴി അങ്ങനെ അവരിൽ പൂർത്തിയാകുന്നു. എല്ലായിടത്തും ഇത് ബാധകമാണ്. ക്രിസ്തുവിനോടൊപ്പം ശേഖരിക്കാത്ത സൗഹൃദമോ ദാമ്പത്യമോ അധ്വാനമോ നിലനിൽക്കുകയില്ല. നമ്മുടെ ജീവിതയാത്രയിൽ ജീവിതത്തിൻ്റെ അനശ്വരതയെ പറ്റിയുള്ള ചിന്ത, സ്വർഗരാജ്യ മൂല്യങ്ങളെ ചേർത്ത് പിടിക്കുവാനുള്ള വ്യഗ്രത, നമ്മുടെ ജീവിതത്തിൻ്റെ പരിമിതികളെ പറ്റിയുള്ള ഓർമ്മപ്പെടുത്തൽ, ഇതെപ്പോഴും മനസ്സിനെ വല്ലാതെ നൊമ്പരപ്പെടുത്തണം. പൂർണ്ണമായി മാനസാന്തരത്തിൻ്റെ അനുഭവത്തിലേക്ക് ഈ നോമ്പ് കാലഘട്ടത്തിൽ പ്രവേശിക്കുവാൻ നമുക്ക് സാധിക്കണം. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ ഭൂമികയിലെ ജീവിതം വളരെ ചെറുതാണ്. നമ്മുടെ ചുറ്റുപാടുകളെ ഒന്ന് കൺതുറന്ന് കാണുവാനും എല്ലാവരോടും മുൻപതികളില്ലാതെ പെരുമാറുവാനും ജീവിതത്തിൻ്റെ സൗന്ദര്യം, അനശ്വരത, ദൈവം തന്ന നന്മകൾ ആസ്വദിച്ച് അത് മറ്റുള്ളവർക്ക് കൂടി പങ്കിടുവാനും സ്വയം ജ്വലിക്കുവാനും ഒപ്പം നിൽക്കുന്ന സമൂഹത്തെ ജ്വലിപ്പിക്കുവാനും നമുക്ക് സാധിക്കണം. നോമ്പ് കാലഘട്ടം നമ്മുടെ ജീവിതത്തെ കുറച്ചുകൂടി പ്രകാശിപ്പിക്കണം. നാം കുറച്ചുകൂടി ക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് കടന്നു ചെല്ലണം. ധൂർത്തപുത്രനെ പോലെ പറയുവാൻ സാധിക്കണം, അപ്പാ, നിന്നോടും സ്വർഗത്തോടും ഞാൻ പാപം ചെയ്തു പോയി എന്ന്. കാരണം ഈ ലോകത്തിനപ്പുറം ഒരു ജീവിതമുണ്ട്, പാപരഹിതമായ വിശുദ്ധ ജീവിതം. ആ ജീവിതമായിരിക്കട്ടെ നമ്മുടെ മൂലധനം. ആമേൻ.